നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കണക്കുകൂട്ടലുകളാണ് ഇനിയെല്ലാം. കാരണം ഇന്നലെ മുതൽ തന്നെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഈ മൂന്ന് മുന്നണികളും പറയുന്നുണ്ട്. അക്കൗണ്ട് തുറക്കുമെന്ന് BJPയും തുടർഭരണം ഉണ്ടാകുന്നുവെന്ന് LDFും ഒരു മാറ്റത്തിനാണ് വോട്ട് ചെയ്തതെന്ന് UDFും എന്തായാലും പറയുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ഈ മെയ് 4 മാത്രമേ എന്തായാലും അറിയാൻ കഴിയുള്ളൂ. വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വിധിയെഴുതിയതോടെ കൂട്ടിയും കിഴിച്ചു മുന്നണികൾ 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് ശതമാനം തുണയ്ക്കുമെന്ന് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. പാലക്കാട്ടെ ചിറ്റൂരിലാണ് ഉയർന്ന പോളിംഗ്. കുറവ് പത്തനംതിട്ടയിലെ റാന്നിയിലാണ്. പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യത പരിശോധിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞായറാഴ്ച ചേരും. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും, അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്നും ചേരുകയാണ്. ആദ്യം റിനുവിലേക്കാണ്. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഈ പറയുന്നത് പോലെ 3 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം, അത് ഓരോരുത്തർക്കും അനുകൂലമാകും എന്ന് പറയുന്നു. UDF പറയുന്നു UDFകാരാണ് ഏറ്റവും അവസാനം വോട്ട് ചെയ്യാനെത്തുന്നത്, അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കൂടുതൽ UDFകാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടിയത് എന്ന് പറയുന്നു. അതേസമയം ഈ പോളിംഗ് ശതമാനം കൂടിയത് തിരിച്ചടിയാവില്ല എന്ന് LDF പറയുന്നു. എന്നാൽ പുതിയ വോട്ടേഴ്സ് SIR പ്രകാരം വന്നതാണെന്നൊരു വാദമുണ്ട്. ഈ പുതിയ വോട്ടേഴ്സ് അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് NDAയും പറയുന്നു. ഈ പോളിംഗ് ശതമാനം കൂടിയതിലെ കണക്കുകളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? മോർണിംഗ് ക്രിസ്റ്റിന. എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കി. ആ പെട്ടികളെല്ലാം തന്നെ സ്ട്രോങ് റൂമിലേക്ക് വെച്ച് പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി മെയ് 4 വിധി വരിക എന്നുള്ളത് നമുക്ക് അറിയാം. തെരഞ്ഞെടുപ്പിന്റെ ആര് വാഴും ആര് വീഴുമെന്നൊക്കെ അന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും 1987 ശേഷമുള്ള വലിയ ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്തിമമായ കണക്ക് നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 78.27% ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. ഇനി രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ളൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. എന്തായാലും 80 സീറ്റുകളിലധികം നേടി LDFന് തന്നെ അധികാരത്തിലെത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ഞായറാഴ്ച എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും ഒരു അന്തിമമായിട്ടുള്ള വിലയിരുത്തലിലേക്ക് CPM എത്തുക. എന്തായാലും ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം, ഒരു ട്രെൻഡ് LDFനുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം SIRന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് എന്നുള്ളതാണ്. SIRന് ശേഷമുള്ള ആദ്യ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള ഒരു ശതമാന വർധനവാണ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിച്ചത് UDFും അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് വിലയിരുത്തിയിരിക്കുന്നത്. അതായത് LDFന് എതിരായിട്ടുള്ള ഒരു തരംഗം സംസ്ഥാനത്തുണ്ടായി എന്നുള്ളതാണ്. ഒപ്പം ഒരു വിജയപ്രതീക്ഷ BJPയും പുലർത്തുന്നുണ്ട്. കാരണം നമ്മൾ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ 3 സീറ്റുകൾ BJP അവകാശപ്പെടുന്നുണ്ട്. ഒന്ന് നേമം, അതുപോലെ തന്നെ കാട്ടാക്കട, അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം വട്ടിയൂർക്കാവും അതുപോലെ തന്നെ കാട്ടാക്കടയും നേമവുമാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് BJPയും വെച്ച് പുലർത്തുന്നത്. എന്തായാലും നിലവിൽ 78.27% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കണക്കുകളെല്ലാം തന്നെ കൂട്ടിക്കഴിച്ചതിന് ശേഷമായിരിക്കും ഈ മുന്നണികൾ അവർക്ക് എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ഏകദേശ രൂപത്തിലേക്കൊക്കെ എത്തുക. അതിനുള്ള യോഗങ്ങളും കമ്മിറ്റികളും ഒക്കെ തന്നെയാണ് ഇനി ചേരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും സ്ഥാനാർത്ഥിമാരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു. രാവിലെ തന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യത പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞായറാഴ്ച ചേരുന്നുണ്ട്. ഈ റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടർഭരണം ഉണ്ടാകും, അതിനുള്ള വോട്ടാണ് ഈ പറഞ്ഞ ഒരു പെർസെൻറ്റേജിലേക്ക് എത്തി നിന്നത് എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ കണക്കുണ്ട്. വാർഡ് കമ്മിറ്റികളിൽ നിന്ന് എടുത്ത ഒരു കണക്ക്, ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ഒരു ഏകദേശ കണക്കുണ്ടാക്കും. അതിനുശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റി കൈമാറുന്നത്. ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും എന്നുള്ളതാണ് ഞായറാഴ്ച നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ കൃത്യമായി തന്നെ ഒരു വിലയിരുത്തലുണ്ടാകും. ആ വിലയിരുത്തലിൽ എത്ര സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് അവർ ഏകദേശ രൂപം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും
നിലവിലിപ്പോൾ CPM-ന്റെ ഒരു വിലയിരുത്തൽ 80 സീറ്റുകൾക്ക് മുകളിൽ നേടും എന്നുള്ളതാണ്. 80-85 സീറ്റുകൾ നേടും. അങ്ങനെ ഭരണത്തിലേക്ക് എത്തുവാൻ, മൂന്നാം ഭരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും UDF വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. 100 സീറ്റുകളിലധികം നേടും എന്നുള്ളതാണ്. ഈ പോളിംഗ് ശതമാനം ഒക്കെ തന്നെ ഉയർന്നത് അവർക്കാണ് അനുകൂലമായി സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള വിലയിരുത്തലാണ് UDF-നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-യും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം BJP-ക്ക് അനുകൂല ട്രെൻഡുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ പോളിംഗ് ശതമാനമാണ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും അന്തിമമായിട്ടുള്ളൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടില്ല. പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് നിലവിൽ ലഭിക്കുന്ന കണക്കാണ്. അന്തിമമായിട്ടുള്ളൊരു കണക്ക് രാവിലെ 10 മണിയോടുകൂടി ലഭിക്കും. അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, റെനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നതിന്. നമ്മൾ മലബാറിലെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അനീഷ് ദേവസ്യയാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. 3 മുന്നണികളും കുട്ടിക്കിഴിക്കലുകളിലാണ്. കണക്ക് പുസ്തകമൊക്കെ തുറന്നു വെച്ച് എല്ലാവരും ഇനിയൊരു അവലോകനത്തിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ 1987 ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് 80.54%. അന്ന് അധികാരം ലഭിച്ചത് LDF-നാണ്. അപ്പോൾ ആ ഒരു വാദം LDF ഉന്നയിക്കുന്നുണ്ട്. ഈ മലബാറിലെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് ലഭിക്കുന്നത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് മലബാർ മേഖലയിലാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 81.35% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. 2021 80.35 തന്നെ ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. ഏതായാലും ഈ പോളിംഗ് വർധനവ് എല്ലാ മുന്നണികളും ഇപ്പോൾ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ ഒരു പോളിംഗ് ആണ് ഇത്തവണ നടന്നതെന്നാണ് എല്ലാ മുന്നണികളും പറയുന്നത്. 2021 LDF തൂത്തുവാരിയ ഒരു ജില്ലയാണ് കോഴിക്കോട്. ഏതായാലും ഇത്തവണ ഒരു അട്ടിമറി നടക്കുമെന്നാണ് UDF ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. 2021 13 കോഴിക്കോട് ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളുള്ളത്. 13-ൽ 11 LDF-നൊപ്പമായിരുന്നു. 2 സീറ്റുകൾ മാത്രമാണ് UDF-ന് ലഭിച്ചത്. അതായത് കൊടുവള്ളിയിലെ ലീഗ് ഒരു സീറ്റ് നേടിയതും വടകരയിൽ RMP നേടിയ ഒരു സീറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 10 സീറ്റിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ 3 സീറ്റുകളിൽ ഒരു ടൈറ്റ് മത്സരം നടക്കുമെന്നും അവിടെ വിജയിച്ച് കയറുമെന്നുമാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ഇത്തവണ വിജയം നേടുമെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. അതായത് 2021 അവർക്ക് നഷ്ടപ്പെട്ട കൊടുവള്ളി സീറ്റും അതുപോലെ വടകര സീറ്റും തിരിച്ചു പിടിക്കുമെന്നാണ് LDF പറയുന്നത്. ഏതായാലും ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ 84% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നിലായി ബേപ്പൂർ നിയോജക മണ്ഡലമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അതായത് UDF സ്ഥാനാർത്ഥിയായി PV അൻവറും അതുപോലെ LDF സ്ഥാനാർത്ഥിയായി മന്ത്രി മുഹമ്മദ് റിയാസും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മണ്ഡലമാണ്. ഇവിടെ 83% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിൽ 7 നിയോജക മണ്ഡലത്തിലും 80%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാലുശ്ശേരിയിലാണ്. അവിടെ 79% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പോളിംഗ് ഈ 2021-നേക്കാൾ പോളിംഗ് 2026-ൽ വർദ്ധിച്ചത് എല്ലാ മുന്നണികൾക്കും വലിയ പ്രതീക്ഷയാണ്. ഏതായാലും അവർ പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞതാണ് എല്ലാ മുന്നണികളും പറയുന്നത്. ഏതായാലും ഒരു ഭരണ മാറ്റമാണോ അതെയോ ഭരണ തുടർച്ചയാണോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ 3 മുന്നണികളും ഓരോ വാദഗതികൾ ഉന്നയിക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന SIR-ന് ഒരു വലിയ റോൾ ഉണ്ടാകും. കാരണം ഡൽഹിയിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം മലയാളികൾ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ആ വോട്ടിംഗ് റൈറ്റ് ലഭിക്കില്ല എന്നൊരു പ്രചാരണത്തിന് ഭാഗമായി വന്ന് വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതെന്താണ് ശരിക്കും എന്നറിയാൻ മെയ് 4-ന് കൗണ്ടിംഗ് ഡേ വരെ അതുവരെ ഈ കണക്കുകൾ വെച്ചുള്ള കളികൾ മാത്രം. കനത്ത പോളിംഗ് രേഖപ്പെടുത്തി തലസ്ഥാന ജില്ല ആർക്കൊപ്പം നിൽക്കുമെന്ന നെഞ്ചിടിപ്പിലാണ് മുന്നണികൾ. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 6% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കനത്ത പോളിംഗാണ് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. നിലവിലെ കണക്കനുസരിച്ച് 76.98%. 2021 71.79 ആയിരുന്നു. ഏകദേശം 6% വർധനവാണ് ഇത്തവണ. അന്തിമ കണക്ക് വരുമ്പോൾ കൂടുമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും മുന്നിൽ കാട്ടാക്കട മണ്ഡലമാണ് 80.72%. തൊട്ടുപിന്നിൽ നേമം 80.62%. വോട്ട് പെട്ടിയിലായതോടെ മുന്നണികൾ കണക്കുകൂട്ടലിലാണ്. പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് LDF വിലയിരുത്തൽ. എന്നാൽ സർക്കാർ വിരുദ്ധ നിലപാടാണ് പോളിംഗ് വർദ്ധിക്കുവാൻ കാരണമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. BJP വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതും ആ മണ്ഡലങ്ങളിൽ തന്നെ. ഇത്
BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഇനി നമ്മൾ കൊല്ലത്തേക്ക് പോയാൽ കടുത്ത വേനൽ ചൂടിലും തളരാതെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ്. 76% പോളിംഗ് ഉയർന്നു. പോളിംഗ് ശതമാനം ഉയർന്നതിൽ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികൾ. കൊല്ലം ഇത്തവണ ആര് പിടിക്കുമെന്നത് സംസ്ഥാന രാഷ്ട്രീയം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കൊല്ലം പിടിച്ചാൽ ഭരണം നേടാമെന്ന പഴയ ചൊല്ല് തന്നെയാണ് അതിന് കാരണം. പരമ്പരാഗതമായി ഇടതുകോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് UDFും BJPയും ആത്മവിശ്വാസം പുലർത്തുമ്പോൾ ജില്ലയിൽ 2016 ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 76.29% എന്ന മികച്ച പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്, 78.82%. ഏറ്റവും കുറവ് പുനലൂർ മണ്ഡലത്തിലും 70.99%. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 70.42%വും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 68.52%വുമായിരുന്നു ജില്ലയിലെ പോളിംഗ് നില. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് നിരക്കുകളേക്കാൾ ഈ നിയമസഭയിൽ സമ്മതിദാനാവകാശ വിനിയോഗത്തിൽ ജില്ല കൈവരിച്ചത് പുത്തൻ നേട്ടം. SIR കൂടി കണക്കിലെടുക്കുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും ഉയരുമെന്നായിരുന്നു വിലയിരുത്തൽ. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾക്ക് ഇനിയുള്ള ദിനങ്ങൾ കണക്കുകൂട്ടലുകളുടെ നാളുകളാണ്. പ്രവചനാതീതമാകും കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കാറ്റിന്റെ ഗതി. 24 കൊല്ലം. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നെഞ്ചിടിപ്പിലാണ് മുന്നണികൾ. 9-ൽ 8 സീറ്റുകളിലും 2021 ജയിച്ച ഇടതുമുന്നണിക്ക് ഇക്കുറി നേരിയ ആത്മവിശ്വാസ കുറവുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റുകളിലെങ്കിലും വിജയമുറപ്പെന്ന കണക്കുകൂട്ടലിലാണ് UDF. പ്രവചനാതീതമായി തുടരുകയാണ് അമ്പലപ്പുഴയും കായംകുളവും. 2021 അപേക്ഷിച്ച് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ്. 77.39%, 3.29% വർധന. SIRും രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോഴും മുന്നണികൾക്ക് ചങ്കെടുപ്പ് കൂട്ടുന്നതാണ് പോളിംഗ് കണക്കുകൾ. വോട്ടിംഗ് ശതമാനം കൂടിയത് ആർക്ക് ഗുണകരമാകുമെന്നാണ് ആകാംക്ഷ. കടുത്ത മത്സരം നടന്ന അമ്പലപ്പുഴ, അരൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ 80% പിന്നിട്ടു. അമ്പലപ്പുഴയിൽ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ CPIM പ്രയോഗിച്ച തന്ത്രങ്ങൾ ഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. പതിവിന് വിപരീതമായി ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയ വോട്ടർമാർ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ്. അരൂരിലും കായംകുളത്തും LDFന് വലിയ പ്രതീക്ഷയില്ല. മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിൽ വിജയമുറപ്പെന്നും LDF. അരൂർ, കായംകുളം, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ വിജയമുറപ്പെന്നാണ് UDF വിലയിരുത്തൽ. ബൂത്ത് തല കണക്കുകളുടെ പരിശോധനയിലാണ് മുന്നണികൾ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സുധാകരൻ, സജി ചെറിയാൻ, P പ്രസാദ്, വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി രാഷ്ട്രീയ VIP വോട്ടുകൾ നിരവധി ഉണ്ടായിരുന്ന ആലപ്പുഴയുടെ ജനവിധി എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 24 ആലപ്പുഴ. ഇറാനിൽ സ്ഥിരം വെടിനിർത്തലിന് നാളെ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിർണായക ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തി. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ചർച്ചയിൽ അമേരിക്ക, ഇറാൻ പ്രതിനിധികൾ പങ്കെടുക്കും. ലെബനോണിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത എന്നീ പ്രശ്നങ്ങളിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ചകൾ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി, ഇറാനെതിരായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുക തുടങ്ങി 10 ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്ലാമാബാദിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്കൂളുകൾക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് അമേരിക്കയിൽ നിന്ന് പ്രത്യേക സംഘം 2 ദിവസം മുൻപേ ഇസ്ലാമാബാദിലെത്തി. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ഒമാനിലും വിയന്നയിലും സമാധാന ചർച്ചകളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച സ്റ്റീവ് വിറ്റ്കോഫ്, ജറാഡ് കഷ്നർ എന്നിവരും സംഘത്തിലുണ്ടാകും. ഇറാൻ സംഘത്തിൽ പാർലമെന്റ് സ്പീക്കർ ബാഗർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ നേതൃത്വം നൽകും. ചർച്ചയിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്, ഫീൽഡ് മാർഷൽ അസിം മുനീർ തുടങ്ങിയ പ്രതിനിധി സംഘം മധ്യസ്ഥത വഹിക്കും. ഇതിനിടെ ഭീകരവാദത്തിന്റെ പ്രായോജകരായ പാകിസ്ഥാന്റെ വാക്കുകൾ വിശ്വസിക്കാനാകില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ റൂവൻ നസർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ സഹായം തേടി നാറ്റോ. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു.
ഇറാനുമായുള്ള വെടിനിർത്തലിന് പിന്നാലെ ലെബനോനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇസ്രയേൽ അറിയിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന ആദ്യ ചർച്ചയിൽ ഹെസ്ബുള്ളയുടെ നിരായുധീകരണമാകും മുഖ്യ അജണ്ട. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഈ അമേരിക്കൻ സംഘത്തെ നയിക്കുന്ന JD വാൻസ് തന്നെയാണ്. ഒപ്പം തന്നെ ഇറാനിയൻ സംഘം ഇപ്പോൾ തന്നെ ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞു. അത് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത്, ഇസ്ലാമാബാദ് പോലെ ഒരു പ്രദേശത്ത് അത് സമാധാനത്തിന്റെ മേശ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അസാധാരണമായ ഒരു കാര്യമായിട്ടാണ് ലോകം കാണുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനെ വിശ്വസിക്കാനാവില്ല എന്ന് ഇസ്രായേലിന്റെ അംബാസിഡർ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരു ദുർബലമായ ചർച്ചയാണ് എന്ന മട്ടിൽ JD വാൻസിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാൻ കരുത്തുറ്റ ചില പ്രതികരണങ്ങൾ, ഇനി ഹോർമൂസ് എങ്ങനെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്കും ഒക്കെ മാറുന്നു എന്ന നിലയിലേക്കും പോകുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അനൂപ്. ക്രിസ്റ്റീന, JD വാൻസിനെ വിശ്വാസമാണെന്ന് ഇറാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി. അതേസമയം ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറിനോടും സ്റ്റീവ് വിറ്റ്കോഫിനോടും അവർക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോർമൂസ് കടലെടുക്കും ലെബനനിലെ ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണങ്ങളുമായിരിക്കും ഈ ചർച്ചയിലെ കീറാമുട്ടി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുമെന്ന് നെതന്യാഹു ഉറപ്പ് നൽകിയതായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നെതന്യാഹു നിലപാട് കടുപ്പിക്കുകയാണ്. മറുവശത്ത് നിലവിൽ ലെബനനിൽ വെടിനിർത്തലിനില്ലെന്നും ഇസ്രായേലിന്റെയും ഒരു വടക്കൻ മേഖലയിൽ സുരക്ഷ അവർക്ക് ഉറപ്പാക്കണം, അതുവരെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ ഹിസ്ബുള്ളെ നിരായുധമാക്കുക എന്ന ലക്ഷ്യത്തോടെ നേരിട്ട് ലെബനുമായിട്ടുള്ള ചർച്ചകൾക്ക് നെതന്യാഹു ഒരു വശത്ത് അനുമതി നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരുപക്ഷെ വാഷിംഗ്ടണിൽ വെച്ച് ഈ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ നിയമവിരുദ്ധമായി ഫീസ് ഈടാക്കുന്നതിനെതിരെ ശക്തമായുള്ള മുന്നറിയിപ്പുമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വന്നിരിക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാറിനെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. മറുവശത്ത് ബ്രിട്ടനും ഹോർമൂസ് കടലിടുക്കിലെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇപ്പോൾ ഖത്തറിലുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം ട്രംപുമായി ഇന്ന് ചർച്ച നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ട്രംപുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ വാഷിംഗ്ടണിലുള്ള നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി ഒരു പ്രത്യേക മിഷൻ തന്നെ രൂപീകരിക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ തന്നെ അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള ഉറപ്പുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം യൂറോപ്യൻ സഖ്യകക്ഷികൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇറാൻ വിഷയത്തിൽ ചില രാജ്യങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പിന്തുണ നൽകുവാൻ മടിച്ചിരുന്നുവെന്ന് റൂട്ടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ആവശ്യങ്ങളോട് നേറ്റോ രാജ്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതേസമയം ഈ അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിൽ ഇറാൻ ജനതയാണ് അന്തിമ വിജയികളെന്ന് അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖമീനിയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു വൻ ശക്തിയായി ഉദിച്ചുയരുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ക്രിസ്റ്റീന, ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചെങ്കിലും വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളുമായിട്ടാണ് അമേരിക്കൻ ഓഹരി വിപണി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്നതിനാൽ വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികളെല്ലാം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. രാജ്യാന്തര വിപണിയിൽ പക്ഷേ ബ്രന്റ് ക്രൂഡ് വില ഏതാണ്ട് 1.2% ഉയർന്ന് ഏകദേശം $95 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ, അനൂപ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തൊക്കെ പറഞ്ഞാലും യുദ്ധത്തിന് രണ്ട് ഔട്ട്കമാണുള്ളത്. ഒന്ന് സാമ്പത്തികമായി നശിപ്പിക്കുന്നു, മറ്റൊന്ന് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഇമോഷണലായിട്ടുണ്ടാകുന്ന ആ ഒരു മുറിവ്. അത് എത്ര കാലം നിലനിൽക്കുമെന്നറിയില്ല. എന്തായാലും ഈ ചർച്ചകൾക്കിടയിലും ഒരുപാട് വിയോജിപ്പുകളുണ്ട്. ഇപ്പോഴും ഇറാൻ പറയുന്നത് ഹോർമൂസ് പാത തുറക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ മൈനുകൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റ് പാതകളിലേക്ക് പോകണം. 15 കപ്പലുകൾ മാത്രമേ ഒരു ദിവസം കടത്തിവിടൂ. ലെബനോനുമായുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ എവിടെ എത്തും, ഏത് രീതിയിൽ, വളരെ സങ്കീർണമായ ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം തന്നെ ഈ ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഹോർമൂസ് കടലിലൂടെ 2 എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ, വെരി ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായ വാർത്തയാണ്, കൂടുതൽ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ ആവശ്യം, പ്രതിദിന ആവശ്യമെന്ന് പറയുന്നത് വലിയ തോതിലാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും കരുത്തുറ്റ രീതിയിൽ പുനരാരംഭിക്കാൻ, ആ വിതരണ ശൃംഖല കരുത്തേകാൻ ഈ കപ്പലുകളുടെ വരവിന് സാധിക്കുമെന്ന് കരുതാം, അല്ലേ?
ക്രിസ്ത്യനും വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ നിരവധി കപ്പലുകളാണ് ആ ഹോർമുസ് കടലിലേക്ക് അടക്കം കുടുങ്ങിക്കിടന്നത്. നിരവധി ചർച്ചകൾക്ക് ശേഷം 8ഓളം കപ്പലുകൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം 2 എണ്ണക്കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഈ 2 എണ്ണക്കപ്പലുകളുടെ യാത്ര ആരംഭിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മാരിവേക്സ് അതുപോലെ തന്നെ MSC എന്നീ 2 എണ്ണക്കപ്പലുകൾ ഉടൻ ഇന്ത്യൻ തീരത്തേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 12,800 ടൺ എണ്ണ ഒരു കപ്പലിലും അതോടൊപ്പം തന്നെ 7,800 ടൺ എണ്ണ മറ്റൊരു കപ്പലിലുമുണ്ട് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനിലെ ബബർ അബ്ബാസ് നിന്നാണ് മംഗലാപുരത്തേക്ക് മാരിവെക്സ് എത്തുന്നത്. അതേസമയം UAE-യിൽ നിന്നാണ് MSC എന്ന എണ്ണക്കപ്പൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മറ്റ് കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വിവിധ തലങ്ങളിലുള്ള ചർച്ചകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഇനി 14ഓളം കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള 14ഓളം കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ തുടരുന്നുണ്ട്. LPG ടാങ്കറുകൾ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു. എന്തായാലും ബാക്കി കപ്പലുകൾ കൂടി എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരും ലക്ഷ്യം വെക്കുന്നത്. അനൂപ്, ക്രിസ്റ്റീന. എന്തായാലും കൂടുതൽ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ആശ്വാസം തന്നെയാണ്. കാരണം നമുക്ക് അത്രത്തോളം ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും അത് ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ്. രാവിലെ ഡൽഹിയിൽ നിന്നും PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്നത് സൗദിയിലേക്കാണ്. രാജ്യത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിട്ട് സൗദി അറേബ്യ. ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിലും വിതരണത്തിലും കുറവുണ്ടായെന്ന് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. LPG NGL കയറ്റുമതിയെയും ആക്രമണങ്ങൾ ബാധിച്ചു. രാജ്യത്ത് പുതുതായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജലീൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സൗദി അതൊരു അതിവേഗ പുരോഗമന പാതയിലായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് സൗദി പുറത്തുവിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ. കൃഷ്ണ, അനൂപ്, വെരി ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് പുതിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗദിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സ്ഥിതി ശാന്തമാണ്. ഇന്നലെയും ഇതുവരെയും ആക്രമണങ്ങളൊന്നുമില്ല. അപായ മുന്നറിയിപ്പ് സന്ദേശങ്ങളും ഇല്ല. ഇത് രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കുമെല്ലാം വലിയ ആശ്വാസമാണ് നൽകുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. 14 തവണയാണ് മിനിയാന്ന് ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇതുവരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും അതോടൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഖ്ജിയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. വെടിനിർത്തൽ മേഖലയിലെ സമാധാനവും സുരക്ഷയും ഒക്കെയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സമാധാനം തിരികെ കൊണ്ടുവരാനും ഇരു രാജ്യങ്ങളും സംയുക്തമായി ശ്രമിക്കാൻ ചർച്ചയിൽ തീരുമാനമാവുകയും ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി സൗദി വിദേശകാര്യമന്ത്രിയെ ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിനു പുറമെ UN സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും പാക് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇസ്ഹാഖ് ദാറുമായും സൗദി വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. അതേസമയം ശരി, ജലീൽ കണ്ണമംഗലമാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രാജ്യത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ലഭിച്ചത്. എയർ ഇന്ത്യയുടെ രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള പുതുക്കിയ ഇന്ധന സർചാർജ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. $24 മുതൽ $280 വരെയാണ് സർചാർജ്. ആഭ്യന്തര യാത്രകൾക്കുള്ള സർചാർജ് കഴിഞ്ഞ ദിവസം നിലവിൽ വന്നിരുന്നു. ഒരു നിശ്ചിത സർചാർജിന് പകരം ദൂരമടിസ്ഥാനത്തിലുള്ള ഗ്രിഡ് സമ്പ്രദായമാണ് എയർ ഇന്ത്യ നടപ്പിലാക്കിയത്. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ സാഹചര്യം സാധാരണ നിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. ഇനി 500 കിലോമീറ്റർ വരെയുള്ള എയർ ഇന്ത്യ യാത്രക്കാർക്ക് ആഭ്യന്തര സർവീസിൽ $299 കൂടുതലാകും. 500 to 1000 399, 2000 മുകളിലുള്ള കിലോമീറ്ററിന് $899. അങ്ങനെ വിമാനയാത്ര ചെലവേകുന്ന ഒരു കാഴ്ചയിലേക്കാണ്. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ മലയാളി പെൺകുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് കടമ്പഴിപ്പുരം സ്വദേശി രമേശിന്റെ മകൾ ശ്രീനന്ദയെയാണ് ഈ മാസം 7 മുതൽ കാണാതായത്. കുടുംബത്തോടൊപ്പം ബാബ ബുദ്ധൻഗിരി വ്യൂ പോയിന്റിലെത്തിയതായിരുന്നു പെൺകുട്ടി. ഇന്ന് പ്രത്യേക ടാസ്ക് ഫോഴ്സിലെ 100 അംഗങ്ങൾ ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തും. അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി പുതുച്ചേരി. 89.87% പോളിംഗ്.
തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥി ചിത്രമായി 4834 പേരാണ് മത്സര രംഗത്തുള്ളത്. ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഇന്ന് ശിവഗംഗ ജില്ലയിലെ കാരാക്കുടിയിൽ പ്രചരണം നടത്തും. മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ പുതുച്ചേരിയിൽ ഉള്ള പോളിംഗ് ശതമാനം അത് ഞെട്ടിപ്പിക്കുന്നത് 89.87% എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ അംഗം മുറുകുകയാണ് അല്ലേ? അനൂപ്, കൃഷ്ണ, വലിയ പോളിംഗ് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം മുതലുള്ള വലിയ പോളിംഗ് തന്നെയാണ് എന്തായാലും പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2006 രേഖപ്പെടുത്തിയ 55.67 ആയിരുന്നു ഇതുവരെയുള്ള പുതുച്ചേരിയിൽ പോളിംഗ് ശതമാനം എന്നത്, ഉയർന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതിപ്പോൾ 89.87 ആയാണ് ഉയർന്നിരിക്കുന്നത്. വലിയ പ്രതീക്ഷ മുന്നണികൾക്കും അതുപോലെ തന്നെ അവിടെ പാർട്ടികൾ ടി.വി.കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുമൊക്കെ നൽകുന്നതാണ് ഈ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. വലിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ടി.വി.കെയുടെ അധ്യക്ഷൻ വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോളിംഗ് ശതമാനം എല്ലാം തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് ഇന്നലെ തന്നെ എക്സലുമൊക്കെ കുറിക്കുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുതുച്ചേരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. 30 മണ്ഡലങ്ങളിലായി 294 സ്ഥാനാർത്ഥികളാണ് എന്തായാലും ജനവിധി തേടിയത് പുതുച്ചേരിയിൽ. തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട് വലിയ തോതിലുള്ള പ്രചാരണം എല്ലാ ആളുകളും നടത്തിയിരുന്നു. ഇന്നലെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതിയായിരുന്നു. ആ ഒരു പത്രിക പിൻവലിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ചിത്രമായിരിക്കുന്നു, കൃത്യമായ ചിത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് സ്ഥാനാർത്ഥികളുണ്ട് 4834 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. 7599 പേർ പത്രിക സമർപ്പിച്ചു. ഇതിൽ 305 പേർ പിൻവലിച്ചു. 2460 പത്രികകൾ തള്ളുന്ന ഒരു നിലയുണ്ട്. പ്രചാരണത്തിൽ എല്ലാവരും തന്നെ വളരെ സജീവമായി തന്നെ രംഗത്തിറങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ് ഇനി അടുത്ത 3 ദിവസങ്ങളിൽ തുടർച്ചയായി പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് പലയിടങ്ങളിലും ഇപ്പോൾ വിജയ് പ്രചാരണം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ നടത്തിയതും തൂത്തുക്കുടിയാണെങ്കിലും ഒക്കെ നടത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി മേടിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ 12 മുതൽ 2:30 വരെയാണ് ഇന്നിപ്പോൾ വിജയുടെ റാലിക്ക്, അത് ശിവഗംഗയിലാണ് അതിനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. 12 മണി മുതൽ 2:30 മണി വരെയുള്ള ഒരു സമയം. നാളെ വിഴിപ്പുരത്തും അതുപോലെ തന്നെ കടലൂരുമാണ് റാലി നടത്തുക. അതിനുശേഷം 13-ാം തീയതി കന്യാകുമാരിയിൽ ഉള്ള പരിപാടിക്ക് വലിയ റെസ്ട്രിക്ഷൻ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. കന്യാകുമാരി കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടത്തേണ്ടത്. അത് മാത്രമല്ല 5000 പേർക്ക് മാത്രമേ അവിടെ അനുമതി നൽകാവൂ എന്നുള്ളൊരു നിബന്ധനയും വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിക്കാർ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഓസിഡുവിലാണ് ഏറ്റവും അധികം പോളിംഗ്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് മാഹിയിലുമാണ്. നമ്മൾ ഒരു ഇന്റർനാഷണൽ വാർത്തയുടെ അപ്ഡേറ്റ് വിട്ടുപോയിരുന്നു. അത് യുക്രൈനിലും ഒരു താൽക്കാലിക വെടിനിർത്തലുണ്ടായി. ഓർത്തഡോക്സ് ഈസ്റ്റർ ആണ്. അതിന്റെ ഭാഗമായി യുക്രൈൻ റഷ്യയോട് അഭ്യർത്ഥിച്ചിരുന്നു ഒരു വെടിനിർത്തൽ വേണമെന്ന്. പുടിൻ അത് സമ്മതിച്ചിട്ടുണ്ട്. അത് ഏപ്രിൽ 11 മുതൽ 12 വരെ, അതായത് നാളെയും മറ്റന്നാളും 2 ദിവസം ആയിട്ട് ഈ ഒരു വെടിനിർത്തൽ യുക്രൈനിലും ഉണ്ടാകും എന്ന വാർത്തയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അനുകൂല സാഹചര്യമെന്ന് LDF-ന്റെയും UDF-ന്റെയും പ്രതീക്ഷ. ആറന്മുളയിൽ അടക്കം ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. ജില്ലയിൽ കോന്നിയിലും അടൂരിലും ഒഴികെ 3 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നു. 69.62 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ വോട്ടിംഗ് ശതമാനം. ഇതിൽ വലിയ വർധനയുണ്ടായില്ലെങ്കിലും 70% മുകളിലേക്ക് പോയത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് LDF-ഉം UDF-ഉം. ഭരണ തുടർച്ചയ്ക്ക് ജനം നൽകിയ അംഗീകാരമായി വോട്ടിംഗ് ശതമാനത്തിലെ വർധന ഇടത് ക്യാമ്പ് കാണുന്നു. കഴിഞ്ഞ തവണ ജില്ലയിലെ 5 സീറ്റുകളിലും വിജയിച്ച LDF-നെ പുറത്താക്കാനുള്ള ജനവിധിയായി ഉയർന്ന പോളിംഗിനെ UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ഇന്നലെ ഉച്ചയോടെ തന്നെ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം 50% മുകളിലേക്ക് പോയിരുന്നു. 75-നും 80-നും ഇടയിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 70.76% അവസാനിച്ചു. 5 നിയോജക മണ്ഡലങ്ങളിൽ 3 കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം ഉയർന്നു. റാന്നിയിൽ 65.95 ആയിരുന്നത് 68.99% ഉയർന്നു. തിരുവല്ലയിൽ 65.88% നിന്ന് ഇക്കുറി 69.47% കൂടി. കോന്നിയിൽ 73.83 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം. ഇക്കുറി കോന്നിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, 70.02%. 74.4 നിന്ന് അടൂരിലെ വോട്ടിംഗ് ശതമാനം 73.5% കുറഞ്ഞു. ഇവിടെയും ഏകദേശം 2% പോളിംഗ് കുറവ് രേഖപ്പെടുത്തി. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആറന്മുളയിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന പോളിംഗ് ആയിരുന്നു. 68.13% നിന്ന് 71.5% ആറന്മുളയിലെ വോട്ടിംഗ് എത്തി. തിരുവല്ലയിൽ LDF-ന് നേരിയ ആശങ്കയുണ്ടെങ്കിലും മറ്റ് 4 മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി.
അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമായി എന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. കോന്നിയിലടക്കം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നേട്ടമായും UDF കരുതുന്നുണ്ട്. റാന്നിയിലും കോന്നിയിലും അടൂരിലും NDA മുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല. തിരുവല്ലയിലും ആറന്മുളയിലും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. 24 പത്തനംതിട്ട. അതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ. നമുക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഹെഡ്ലൈൻസ്. You are watching 24 News Headline. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് പോളിംഗിന് പിന്നാലെ കൂട്ടിയും കിഴിച്ചു മുന്നണികൾ രേഖപ്പെടുത്തിയത് 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ്. ഉയർന്ന പോളിംഗ് ശതമാനം തുണയ്ക്കുമെന്ന അവകാശവാദവുമായി 3 മുന്നണികളും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞായറാഴ്ച. അമേരിക്ക ഇറാൻ സ്ഥിരം വെടിനിർത്തൽ ചർച്ചകൾക്ക് നാളെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കം. യുദ്ധത്തിൽ വിജയിച്ചത് ഇറാൻ എന്ന പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനയി. വെടിനിർത്തൽ ഇറാന്റെ ബലഹീനതയല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ലബനോനുമായി സമാധാന ചർച്ചയ്ക്ക് ഇസ്രയേൽ. അനുനയ നീക്കം തള്ളി ഹെസ്ബുള്ള. ലബനോനിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ഐക്യരാഷ്ട്രസഭ. ഇറാന്റെ ആക്രമണങ്ങളിൽ രാജ്യത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിട്ട് സൗദി അറേബ്യ. 1 ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. എണ്ണ വിതരണത്തിൽ പ്രതിദിനം 7 ലക്ഷം ബാരലിന്റെ കുറവ്. ഹോർമുസ് കടലിടുക്ക് വഴി 2 എണ്ണ ടാങ്കറുകൾ കൂടി ഇന്ത്യയിലേക്ക്. കപ്പലുകൾ എത്തുന്നത് ഇറാനിൽ നിന്നും UAE-യിൽ നിന്നും. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഹർജി പരിഗണിക്കുന്നത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. സിനിമാ ലൊക്കേഷനിലെ തർക്കമാണ് പരാതിക്ക് കാരണമെന്ന് പ്രതിഭാഗം. രഞ്ജിത്തിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയെന്ന് പ്രോസിക്യൂഷൻ. കർണാടക ചിക്മംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ കാണാതായ മലയാളി പെൺകുട്ടിക്കായി തിരച്ചിൽ തുടരുന്നു. പ്രത്യേക ടാസ്ക് ഫോഴ്സിലെ 100 അംഗങ്ങൾ ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തും. പാലക്കാട് സ്വദേശിയായ ശ്രീനന്ദ എത്തിയത് കുടുംബത്തോടൊപ്പം. പെൺകുട്ടിയെ കാണാതായത് ബാബ ബുദ്ധൻഗിരി വ്യൂ പോയിന്റിൽ വെച്ച്. എയർ ഇന്ത്യയുടെ രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള പുതുക്കിയ ഇന്ധന സർചാർജ് ഇന്നു മുതൽ. ടിക്കറ്റ് ചാർജ് ഉയരും. രാജ്യത്തെ പുതിയ ഹൈവേ നിയമങ്ങൾ പ്രാബല്യത്തിൽ. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇന്നു മുതൽ ടോൾ പ്ലാസകളിൽ UPI വഴി മാത്രമേ പണമടയ്ക്കാൻ കഴിയൂ. തിരക്ക് കുറയ്ക്കുക ലക്ഷ്യം. വനിതാ സംവരണ ഭേദഗതികൾക്കുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന്. LPG പ്രതിനിധി ഉൾപ്പെടെ വിഷയങ്ങളിൽ പ്രമേയം പാസാക്കിയേക്കും. നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാർ മുഖ്യമന്ത്രി പദം ഉടൻ രാജിവെക്കും. ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രിയെ ഈ മാസം 14 പ്രഖ്യാപിക്കുമെന്ന് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസമിലും പുതുച്ചേരിയിലും റെക്കോർഡ് പോളിംഗ്. ഉയർന്ന പോളിംഗ് അനുകൂലമെന്ന് കോൺഗ്രസും BJP. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് തഞ്ചാവൂരിൽ, TVK അധ്യക്ഷൻ വിജയ് ഇന്ന് കാരക്കുടിയിൽ പ്രചാരണം നടത്തും. പശ്ചിമബംഗാളിൽ BJP ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യസംഘം നാളെ രാവിലെ ഭൂമിയിൽ മടങ്ങിയെത്തും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37-ന് സാന്റിയാഗോ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഒറൈൻ പേടകം ഇറങ്ങും. സഞ്ചാരികളെ നാസയുടെ ഹൂസ്റ്റണിലെ സ്പേസ് സെന്ററിലെത്തിക്കും. തിരികെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ കയറാം. കോട്ടയത്ത് കനത്ത പോരാട്ടമായിരുന്നു അല്ലേ? എന്തായാലും പാലയടക്കം ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ചയായിരുന്നു പാലയിൽ. ചില കൗതുകമുണ്ട്. കാരണം പാലയിലും പൂഞ്ഞാറിലും മത്സരിക്കുന്നത് അച്ഛനും മകനുമാണ്. അപ്പോൾ അവര് ക്ലെയിം ചെയ്യുന്നത് ഒരു വീട്ടിൽ 2 MLA-മാരുണ്ടാവുമെന്നാണ്. അച്ഛനേക്കാൾ കൂടുതൽ വലിയ വിജയം നേടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. കോട്ടയത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോട്ടയത്ത് ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. UDF-ന്റെ കോട്ട ആണെങ്കിലും ഇത്തവണയും കരുത്ത് തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ചില അട്ടിമറികൾ ഉണ്ടാകുമെന്ന് BJP-യും കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്.
കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 72.16% ഇത്തവണ 75% മുകളിലേക്കെത്തി. കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ പോളിംഗ് കുറഞ്ഞിരുന്നു. പുതുപ്പള്ളിയിലും ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. SIR പ്രശ്നവും പലരും വിദേശത്തായതും ഈ സ്ഥലങ്ങളിൽ പോളിംഗ് കുറച്ചു എന്നാണ് വിലയിരുത്തൽ. വൈക്കത്താണ് ഉയർന്ന പോളിംഗ്. എന്നാൽ നിലവിലെ പോളിംഗ് ശതമാനം UDFന് നൽകുന്ന ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല. കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റുകൾ അടക്കം സ്വന്തമാക്കി കോട്ടയം ജില്ലയിൽ കരുത്തു തെളിയിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ LDF ഇത്തവണയും കോട്ടയത്ത് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. പാലായടക്കം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നേടിയ പല സീറ്റുകളും നിലനിർത്താനാകുമെന്നും കണക്ക് കൂട്ടുന്നു. BJP ആകട്ടെ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.92% പോളിംഗ്. എന്നാൽ 2025 ഇത് 70.86 കുറഞ്ഞു. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 65.61% പോളിംഗ്. 24 കോട്ടയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% ഇടുക്കി ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നത്. 5 മണ്ഡലങ്ങളും ജയിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. യുവാക്കളുടെ ഉൾപ്പെടെ പങ്കാളിത്തം വർദ്ധിച്ചത് നേട്ടമുണ്ടാക്കും എന്നാണ് LDFന്റെ പ്രതീക്ഷ. ഇടുക്കിയിലെ പോളിംഗിന്റെ പൂർണ്ണരൂപം പുറത്തുവരുമ്പോൾ 78% എത്തുമെന്നാണ് മുന്നണികൾ കരുതുന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ മുന്നണികൾ നടത്തിയ പരിശ്രമം ഫലം കണ്ടു. തുടക്കത്തിൽ ചില ബൂത്തുകളിൽ യന്ത്രത്തകരാർ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ മറ്റു പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായില്ല. കേഡർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതിനൊപ്പം സ്ത്രീ വോട്ടർമാരുടെ വർധനവ് നേട്ടമുണ്ടാക്കും എന്നാണ് LDFന്റെ പ്രതീക്ഷ. നിലവിലെ 4 സീറ്റും നിലനിർത്തുമെന്നും തൊടുപുഴയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും കണക്കുകൂട്ടൽ. ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തരംഗമെന്നാണ് UDFന്റെ പക്ഷം. പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം യുവ വോട്ടർമാരും UDFന് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഇടുക്കിയിലെ വിലയിരുത്തൽ. 5 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. 2021 ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്നും 2016 നില മെച്ചപ്പെടുത്താനാകും എന്നുമാണ് NDA വിലയിരുത്തുന്നത്. പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് ആരുടെ കണക്കുകൂട്ടലുകളെയാണ് ശരിവെക്കുന്നതെന്ന് അറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടി വരും. 24 ഇടുക്കി. പയ്യന്നൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാർ കത്തിച്ചു. വീടിന് നേരെയും ആക്രമണമുണ്ടായി. ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു ആക്രമണത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകോപനമുണ്ടോ, അതോ ഈ കുഞ്ഞികൃഷ്ണനോടുള്ള ആ ഒരു വൈരാഗ്യം അത് കൂടെ നിൽക്കുന്ന ആളിനോടും തീർക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇത് ഇന്നലെ പയ്യന്നൂരിൽ വ്യാപകമായിട്ടും ഈ CPM കള്ളവോട്ട് നടത്തുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ LDF സ്ഥാനാർത്ഥി TA മധുസൂദനൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. രൂക്ഷമായ ഭാഷയിലായിരുന്നു TA മധുസൂദന്റെയും CPM പ്രവർത്തകരുടെയും പ്രതികരണം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ പയ്യന്നൂരിലെ ഈ T പുരുഷോത്തമന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ആദ്യം ഹ്യുണ്ടായി i20 കാറിന് നേരെ അത് തകർത്തത്. ആദ്യം തീയിട്ട് കത്തിക്കാനാണ് ശ്രമിച്ചത്. അത് ഭാഗികമായി കത്തിയപ്പോൾ കാറിന്റെ ചില്ലുകളും മറ്റും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. വീടിന്റെ ജനലിലും കല്ല് തെറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂർ പോലീസിൽ പുരുഷോത്തമൻ പരാതി നൽകിയിട്ടുണ്ട്. ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം തുടക്കം മുതൽ തന്നെ കൂടെ നിൽക്കുന്ന ആളാണ് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ. അയാളുടെ വീടിന് നേർക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിന്നിലും CPM പ്രവർത്തകരെന്നാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ളവർ ആരോപിക്കുന്നത്. ഈ CPIM പ്രവർത്തകർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. നേരത്തെയും ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ ബൈക്ക് കത്തിച്ചിരുന്നു. അത് ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് പുറത്തു പോയതിന് തൊട്ടു പിന്നാലെയാണെന്ന് ആ ബൈക്ക് കത്തിച്ചത്. അതും ഇതേപോലെ വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ്. അത് ഉന്തിത്തള്ളി കുറച്ചപ്പുറത്തെ ഒരു വരമ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം അത് കത്തിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും കത്തിച്ചു. ആ കേസിൽ ഇതുവരെയും പോലീസ് പ്രതികളെ പിടികൂടാനായിട്ടില്ല. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ വളരെയധികം പ്രതിഷേധത്തിലായിരുന്നു. ശരി അജീഷ്, നമുക്ക് ഈ ആക്രമണം നേരിട്ട T പുരുഷോത്തമൻ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ T പുരുഷോത്തമൻ. അങ്ങയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ആരാണ് എന്നാണ് കരുതുന്നത്?
അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നാളെ പറയാൻ വേണ്ടി പറ്റൂല. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ മുഖം മൂടിയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധന്മാരാണ്. കാരണം ഇതൊരു തികഞ്ഞ ഫാസിസമാണ് കാണിച്ചത്. രാത്രി ഒരു 12:30 കൂടിയിട്ടാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. അപ്പൊ ഞങ്ങളെല്ലാരും ഉറക്കിലായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോ ഒരു 3-4 ആളുണ്ടായിരുന്നു, അവര് ഓടിപ്പോയി. ഇപ്പൊ ഇതാരാണെന്നുള്ളത് ഒരു ഊഹവുമില്ല. അല്ല, ആളുകളെ കണ്ടാലും മനസ്സിലാവും. കാരണം മോനാണ് ആദ്യം പുറത്തിറങ്ങിയത്. മോൻ ആളുകളെ കാണുന്നുണ്ട്, അവരെ കണ്ടാലും മനസ്സിലാവും. മറ്റു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, മകന് മനസ്സിലായോ ഇതാരാണെന്ന്? ആരെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എല്ലാ കണ്ടാൽ ആളെ മനസ്സിലാവുന്നവരാണ്. ഇതിനു മുമ്പ്, അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇതിനു മുന്നേ തന്നെ ഇന്നലെ അല്ലെങ്കിൽ മറ്റൊന്ന് മിനിഞ്ഞാന്നോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഞാൻ CPM-ന്റെ അംഗത്തുള്ള ആളാണ്. അപ്പോ അങ്ങനെ വാക്തർക്കം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായതാകെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞീഷിന്റെ പുസ്തകം പ്രകാശന ആ പരിപാടിയിൽ ഞാൻ അവിടെ ഗാന്ധി പാർക്കിൽ അതൊരു പൊതുപരിപാടിയാണ്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഈ ഒരു ആക്രമണത്തിന് കാരണമാകാനൊരു സാധ്യതയുണ്ടോ? അല്ലാതെ എന്തെങ്കിലും വിരോധം എന്നോട് ഉണ്ടാവാനൊരു കാര്യമില്ല. കാരണം വേറെ ആരും അങ്ങനെ എന്നോട് അങ്ങനെ വിരോധമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് ഇപ്പൊ പരാതി കൊടുക്കുകയാണോ? അല്ല, പരാതി എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇന്നലെ രാത്രി ഇവിടെ പോലീസ് ഓഫീസറോ SP ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അവർ വന്നിട്ട് ഇന്നലെ തന്നെ പരാതിയൊക്കെ അവര് എന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പകലാകുമ്പോഴേ ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം പോലീസ് നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളിലും പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. അതാണ് പോലീസിന്റെ പ്രശ്നം. നടപടി ഉണ്ടാകുമെന്ന് ഇപ്പൊ കണ്ടിട്ടറിയാം നമുക്ക്. പോലീസിനോട് പറയാൻ പറ്റും പോലീസിലെ നടപടി എടുക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ ടി പുരുഷോത്തമൻ പ്രതികരിച്ചതിന്. അജീഷിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. അജീഷ്, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നോട് വൈരാഗ്യം തോന്നേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഒരു സാധ്യത പറയുന്നത് അതാണ്. പിന്നെ കണ്ടാൽ അറിയാവുന്ന വ്യക്തികളാകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിന് കാരണം ഇതാണെന്ന് അദ്ദേഹം കരുതുന്നു. പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന ഒരു കാര്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അതാണ്. പോലീസ് ചെന്നു, മൊഴിയെടുത്തു, പക്ഷെ അതിൽ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു കാര്യമാണ് മനസ്സിലുള്ളത്. അത് മുൻ അനുഭവം വെച്ചതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. നേരത്തെയും ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രസിഡന്റ് വൈദ്യുതി കേസിൽ ഇപ്പൊ ഏതാണ്ട് 2-3 മാസമാണ്. ഇതുവരേക്കും ആ പോലീസ് പ്രതികളെ പിടിച്ചിട്ടില്ല. അന്നും ഈ പരാതിയുമായി റൂറൽ SP അടക്കം കുഞ്ഞികൃഷ്ണൻ കണ്ടതാണ്. അന്ന് റിപ്പോർട്ട് തേടിയെങ്കിലും പോലീസ് പിന്നീട് അന്വേഷണം കഴിക്കുകയായിരുന്നു. അപ്പൊ ഇന്നോട് പോലീസിൽ വിശ്വാസമില്ലെന്നൊക്കെയാണെന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും, ആ അനുഭവം മുന്നിലുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഈ പയ്യന്നൂരിൽ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് CPM കള്ളവോട്ട് നടത്തുന്നു എന്നായിരുന്നു ആരോപണം. ഈ കരിവള്ളൂരിലും വെള്ളൂരിലും കണ്ടക്കാടുമൊക്കെ വലിയ രീതിയിലുള്ള കള്ളവോട്ട് നടത്തുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അതിന് പിന്നാലെ ഈ TI മധുസൂദനൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു അത്. അദ്ദേഹത്തിന് വിഭ്രാന്തി എന്നൊക്കെയായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായത്. എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ള ആളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് ആക്രമിച്ചത്. കുഞ്ഞികൃഷ്ണന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. കാർ കത്തിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു പോലീസ് നടപടി അതിൽ കൃത്യമായി ഉണ്ടാകും. ആരാണെന്ന് ഒരു പക്ഷേ ഇന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. UDF കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളം ഇപ്രാവശ്യം ആരെ തുണയ്ക്കുമെന്ന ചങ്കിടിപ്പിലാണ് മുന്നണികൾ. 2020ക്ക് എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 12 സീറ്റിന് മുകളിലേക്ക് UDF ലക്ഷ്യം വയ്ക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 14 മണ്ഡലങ്ങളിൽ 8ഇടത്തും 80% മുകളിലാണ് എറണാകുളത്ത് പോളിംഗ് ശതമാനം. 2021 ജില്ലയിൽ 80% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 2021 LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും UDFനെ കൈവിടാത്ത ജില്ലയായിരുന്നു എറണാകുളം. 14ൽ 9 സീറ്റുകൾ UDFനൊപ്പം നിന്നു, 5 LDFനും.
ഇപ്രാവശ്യം ചുരുങ്ങിയത് 12 സീറ്റെങ്കിലും പിടിക്കാനാകും എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 5-ൽ താഴെയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു LDF. ഒപ്പം ശക്തി കാണിക്കാൻ NDAയും. 2020യെയും ഒപ്പം കൂട്ടി BJP മുന്നണി വിപുലീകരിച്ചതോടെ ലക്ഷ്യം വെക്കുന്നത് മധ്യ കേരളത്തിലെ വോട്ടുകളാണ്. ക്രിസ്ത്യൻ ബെൽറ്റുകളായ പെരുമ്പാവൂരിലും കോതമംഗലത്തും എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതും പ്രധാന ചോദ്യം. പക്ഷേ 2020 NDA പാളയത്തിലേക്ക് എത്തിയത് വോട്ടർമാർ അംഗീകരിക്കുമോ എന്നതിലാണ് ഏറെ ആകാംക്ഷ. 24 കൊച്ചി. അസമിലെ റെക്കോർഡ് പോളിംഗ് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും കോൺഗ്രസും. 85.65% വോട്ടർമാരാണ് സംസ്ഥാനത്ത് വിധി എഴുതിയത്. അസമിൽ മാറ്റത്തിനു വേണ്ടിയുള്ള പോളിംഗ് ആണ് നടന്നതെന്ന് അസം PCC അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ് അഭിപ്രായപ്പെട്ടു. ഡീലിമിറ്റേഷന് ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം BJPക്ക് അനുകൂലമാകുമെന്ന് ഭരണപക്ഷവും പ്രതീക്ഷിക്കുന്നു. വോട്ടെടുപ്പിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ 30 പേർക്കാണ് സംസ്ഥാനത്ത് പരിക്കേറ്റത്. 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ക്രമസമാധാന പ്രശ്നങ്ങളും അഴിമതിയും ഉന്നയിച്ച് പ്രചാരണം കടുപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം ശക്തമാക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്കായി നിതീഷ് കുമാർ ഡൽഹിയിലെത്തി. ബീഹാർ മുഖ്യമന്ത്രി പദം നിതീഷ് ഉടൻ രാജിവെക്കും. ഈ മാസം 14-ന് ബീഹാറിൽ NDA സർക്കാർ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നാണ് സൂചന. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ BJP നേതാവ് സമ്രാട് ചൌധരി ആയിരിക്കും ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാറിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോഴത്തെ ബീഹാർ ക്യാബിനറ്റിൽ അഴിച്ചുപണി ഉണ്ടായേക്കും. മാർച്ച് 16-നാണ് നിതീഷ് കുമാറിനെ ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുത്തത്. തുടർന്ന് മാർച്ച് 30-ന് നിതീഷ് MLC സ്ഥാനം രാജിവെച്ചിരുന്നു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ കോൺഗ്രസിന്റെ നിർണായക പ്രവർത്തക സമിതി യോഗം ഇന്ന്. വനിതാ സംവരണ ഭേദഗതി ബിൽ, FCRA ഭേദഗതി, പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. വനിതാ സംവരണ ഭേദഗതി ബിൽ തിടുക്കപ്പെട്ടു കൊണ്ടുവരുന്നത് തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് കോൺഗ്രസ് വിമർശനം. പാർലമെന്റിൽ ബിൽ വരുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗത്തിൽ തീരുമാനിക്കും. LPG പ്രതിസന്ധി, കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തക സമിതി പ്രത്യേക പ്രമേയം പാസാക്കിയേക്കും. SIR, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരായ ഇംപീച്ച്മെന്റ് നടപടി അടക്കം ചർച്ചയാകും. കേരളം, അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളും യോഗം അവലോകനം ചെയ്യും. പുതിയ ഹൈവേ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പുതിയ നിയമപ്രകാരം ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇന്നു മുതൽ UPI വഴി മാത്രമേ ടോൾ പ്ലാസകളിൽ പണം അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തിരക്കുകൾ ഒഴിവാക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നീക്കം. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് UPI വഴി പണം അടയ്ക്കുമ്പോൾ സാധാരണ നിരക്കിൽ നിന്ന് 25% അധികമായി ഈടാക്കുമെന്ന് ആണ് വിവരം. നേരത്തെ സാധാരണ നിരക്കിൽ നിന്ന് ഇരട്ടിയിലധികം തുക നൽകേണ്ടി വരുമായിരുന്നു. 2008-ലെ ദേശീയപാത നിരക്ക് നിർണയവും ഈടാക്കലും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം ഉത്തരവിറക്കിയത്. അനുഭവത്തിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് മുതൽ ദേശീയപാതകളിലെ ടോളുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് UPI ഫാസ്ടാഗ് ചാർജ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ UPI വഴി മാത്രമേ പേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 100 രൂപ അടയ്ക്കേണ്ട സ്ഥലത്ത് സംഭവിക്കുന്നത് 125 രൂപ കൊടുക്കേണ്ടി വരും എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഫാസ്ടാഗ് കൃത്യമായി ചാർജ് ചെയ്ത് വെക്കുക. ഇത് അവിടെ തിരക്ക് കൂടാനും ഒക്കെ കാരണം അതാ. എന്തായാലും ക്യാഷ് ഇനി സ്വീകരിക്കില്ല. കാശുമായി പോകുന്നവരെ ഫാസ്ടാഗ് ചാർജ് അല്ല, UPIയും ഇല്ലെങ്കിൽ അവിടെ മാറ്റി നിർത്താനും ആ ഹൈവേ വഴി വിടാതിരിക്കാനും ഈ ടോൾ പ്ലാസകൾക്ക് അധികാരവും ഈ നിയമം കൊടുക്കുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. സിനിമാ ലൊക്കേഷനിലെ തർക്കമാണ് യുവനടിയുടെ പരാതിക്ക് കാരണമെന്നാണ് രഞ്ജിത്തിന്റെ വാദം. രഞ്ജിത്തിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. രഞ്ജിത്ത് എറണാകുളം സബ് ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് 10 ദിവസം പിന്നിടുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മളെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പറയുമ്പോൾ ആലപ്പുഴയുടെ രാഷ്ട്രീയത്തെ രൂപീകരിച്ച ചില എഴുത്തുകളൊക്കെ ഉണ്ട്. അത് ഈ പറയുന്ന രണ്ടിടങ്ങഴിയാണെങ്കിലും കയറാണെങ്കിലും തോട്ടിയുടെ മകനാണെങ്കിലും ഇതൊക്കെ ആലപ്പുഴയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന്, ആദ്യം അത് ചേർത്തല മണ്ഡലത്തിലായിരുന്നു, അതിനുശേഷം മണ്ഡല പുനഃക്രമീകരണം വരുമ്പോൾ അത് കുട്ടനാടേക്ക് മാറുന്നു, തകഴിയുടെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെ അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെയെങ്കിലും രാഷ്ട്രീയ ബോധത്തെ നിർണ്ണയിച്ച ആ എഴുത്തുകാരൻ തകഴി ശിവശങ്കരപിള്ള ഓർമ്മയായിട്ട് ഇന്നേക്ക് 27 വർഷമാണ്. ആ മണ്ണിന്റെ മണമുള്ള കഥകൾ പറഞ്ഞ തകഴി കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെട്ടു. എന്തായാലും ആ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ തിരിച്ചിനി വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ വയനാടിന്റെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ള റിപ്പോർട്ട് കണ്ട് നമുക്ക് അതെ.
2021 76.68% ജില്ലയിലെ വോട്ടെങ്കിൽ ഇത്തവണ ഇത് 78% കടന്നിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ കൽപ്പറ്റ മണ്ഡലത്തിൽ 4%-ലധികമാണ് വർധന. മറ്റ് 2 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വോട്ട് ശതമാനത്തിൽ മുന്നിൽ കൽപ്പറ്റയാണ്. 2024 ബത്തേരിയിലും മാനന്തവാടിയിലും 75.99%, 78.33%, ഇത്തവണയത് യഥാക്രമം 76.63%, 78.39%. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് പദ്ധതികളാണ് പ്രചരണ കാലയളവിൽ ജില്ലയിൽ ഏറ്റവും അധികം ചർച്ചയായത്. SIR നടപ്പിലായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഉയർന്ന വോട്ട് വിഹിതം സർക്കാർ വിരുദ്ധതയെ അല്ല സൂചിപ്പിക്കുന്നതെന്ന വിലയിരുത്തലിൽ ജില്ലയിലെ 3 സീറ്റുകളിലും LDF വിജയം പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് വോട്ട് ശതമാനത്തിലെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് UDF വിലയിരുത്തൽ. ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. 24 വയനാട്. നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഹിന്ദി അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമെന്ന വിമർശനങ്ങൾക്കിടെ ത്രിഭാഷാ പദ്ധതി 6ാം ക്ലാസ്സിൽ ഉടനടി നടപ്പാക്കാൻ CBSEയുടെ നിർദ്ദേശമുണ്ട്. സ്കൂളുകൾക്ക് CBSE നിർദ്ദേശം നൽകി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം എന്നൊക്കെ തമിഴ്നാട്ടുകാർ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കൂടെ വരാൻ പോകുന്ന സമയമാണ് CBSEയുടെ ഒരു നിർണായകമായ ഒരു നിർദ്ദേശം വരുന്നത്. ഇത് ഏത് രീതിയിലാണ് നടപ്പാവുക? കൃഷ്ണ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ CBSE സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത്. CBSE സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 3ാം ഭാഷാ പഠനം നടപ്പാക്കുന്നതിൽ കർശന നിർദ്ദേശമാണ് CBSEയുടെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത്. പ്രധാനമായും 7 ദിവസത്തിനകം എല്ലാ സ്കൂളുകളിലും 3ാം ഭാഷാ പഠനം നിർബന്ധമായി ആരംഭിക്കണം എന്നതാണ് CBSE നിർദ്ദേശിച്ചത്. നേരത്തെ ഈ മൂന്നാം ഭാഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം CBSE പുറത്തിറക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് സ്കൂളുകൾക്ക് 7 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പഠനം ആരംഭിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ ലഭ്യമല്ലെങ്കിൽ ലഭ്യമാകുന്നതുവരെ പ്രാദേശികമായി ലഭിക്കുന്ന പാഠസാമഗ്രികൾ ഉപയോഗിച്ച് ക്ലാസുകൾ തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2026-27 അധ്യയന വർഷം മുതൽ 6ാം ക്ലാസ്സിൽ 3ാം ഭാഷ നടപ്പിലാക്കുമെന്ന ബോർഡ് നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പല സ്കൂളുകളും ആരംഭിച്ചിരുന്നെങ്കിലും ചില സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചയുണ്ടായി എന്നതാണ് CBSE ചൂണ്ടിക്കാണിച്ചത്. അവർക്കുമായി ഒരു മുന്നറിയിപ്പ് നിർദ്ദേശം കൂടിയാണ് ഈ സർക്കുലർ ഇപ്പോൾ CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 3ാം ഭാഷയ്ക്കുള്ള NCERT പാഠപുസ്തകങ്ങളെല്ലാം ഉടൻ തന്നെ ലഭ്യമാകും. പാഠപുസ്തകങ്ങൾ ലഭ്യമാകാത്ത സ്കൂളുകൾ ഇപ്പോൾ പ്രാദേശികമായി ലഭിക്കുന്ന പാഠപുസ്തകങ്ങളും പാഠസാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് പഠനം ആരംഭിക്കണമെന്നതാണ് CBSE ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വലിയ വിമർശനം വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിയാണ് CBSEയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനവും ശക്തമാകുന്നു. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൃത്യമായ ഒരു പ്രചാരണമായുധമാക്കി DMK സർക്കാർ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന 3ാമത്തെ ഭാഷ അത് കൃത്യമായ ഔദ്യോഗിക പോർട്ടലുകളിലടക്കം ഹിന്ദി അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ ത്രിഭാഷാ പദ്ധതി 6ാം ക്ലാസ്സിൽ ഉടനടി നടപ്പാക്കാൻ CBSEയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.